വി ഡി സതീശനെ എന്തോ കാരണത്താൽ കെ സി വേണുഗോപാലിന് പണ്ട് മുതലേ ഇഷ്ടമല്ല. സതീശനല്ല കെ സി ആയിരിക്കും കേരള മുഖ്യമന്ത്രി എന്നൊന്ന് പറയട്ടെ. അദ്ദേഹത്തിന് പേര് ഡൽഹിയിൽ നിന്ന് വെറുതെ പ്രഖ്യാപിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ കഴിഞ്ഞു. ആളുകൾ തുണി നോക്കി കാണിക്കില്ലേ? കോൺഗ്രസ്സുകാരൻ യു ഡി എഫ് തോറ്റേൻ്റെ ഒരു പ്രധാന കാരണം ആരും പറയാത്തൊരു കാരണം കാശില്ലായിരുന്നുള്ളതാണ്. അപ്പോൾ പണപിന്തുണ കെ സിക്കും ജനപിന്തുണ സതീശനുമാണ്. ഇതാണ് ഇന്നത്തെ സാഹചര്യം. എന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ പേര് വെട്ടിയിട്ട് കെ സി വേണുഗോപാലിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ നാട്ടിൽ നടക്കുമെന്ന് തോന്നുന്നു. കെ സി വേണുഗോപാൽ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ വിചാരിക്കില്ല. അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി താൽക്കാലികമായിട്ട് ഒറ്റ കാലം പുറകോട്ടെടുക്കുക. എന്നിട്ട് തന്ത്രപരമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണക്കുക. ചെന്നിത്തലയ്ക്ക് വേറെ ചില സൗകര്യങ്ങൾ. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുന്ന ഒരു സാഹചര്യം സതീശൻ എങ്ങനെ ഉൾക്കൊള്ളും, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്കറിയാം. അപ്പം ജനങ്ങളുടെ മനസ്സിലൊരു മുഖ്യമന്ത്രി അത് സതീശനാണ്. ജനപിന്തുണ സതീശനാണ്. പക്ഷേ ജനങ്ങളല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, MLA-മാരാണ്. അവിടെ കെ സി വേണുഗോപാലിനാണ് വ്യക്തമായ മേൽക്കൈ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ പഴയ എ ഗ്രൂപ്പിനെ പുള്ളി അത് ഏറ്റെടുത്തു. പഴയ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ അല്ലെങ്കിൽ 1-2 പേരെ ഒഴിച്ചാൽ ബാക്കിയുള്ള എ ഗ്രൂപ്പുകാരെ അദ്ദേഹം തടുത്തു കൂട്ടി. കൂടാതെ എങ്ങുമല്ലാതെ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്, അവരെയും പുള്ളി തടുത്തു കൂട്ടി. വേറെ നിവൃത്തിയല്ല, എരിമ്പയിലത്ത് കയ്യിൽ കുത്തി ഇറക്കുന്ന ആളുകൾ അവരെ ഏറ്റെടുത്തു. അതിലുപരി ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചപ്പോൾ